അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പണിയെടുക്കുന്ന സൈറ്റിൽ നമ്മൾ തന്നെയാണ് ഇവിടെ കരിങ്കല്ലിൻ്റെ തറപ്പണി എല്ലാം ചെയ്ത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഇവിടെ ചെങ്കല്ലിൻ്റെ ചുമർപ്പണി എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻട്രലി നമുക്ക് വേറൊരു കരിങ്കല്ലിൻ്റെ കെട്ട് വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് നടുമുറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കെട്ടാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നടുമുറ്റം വരുന്നത്. ഇവിടെ വലിയൊരു ഹാളാണ്. അതിന് സെൻട്രലിൽ ഇങ്ങനെ 4 ഫില്ലർ കൊടുത്തിട്ട് ഇവിടെ ഒരു ഫില്ലർ ഉണ്ട്, പിന്നെ ഒരു ഫില്ലർ ഇതാ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടായി കെട്ടണം. അതുപോലെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് ആ ഫില്ലർ കെട്ടണം. ഇതുപോലെ ഈ ഫില്ലറിന്ന് നേരെ അവിടേക്കും കെട്ടണം. ഇതിന്ന് നേരെ അതിലേക്കും കെട്ടണം. അങ്ങനെയുള്ള ഒരു നടുമുറ്റത്തിൻ്റെ പരിപാടിയിലാണെന്ന്. ഫില്ലർ ഇങ്ങനെ നേരെ പൊങ്ങിപ്പോവും. ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ തറൻ്റെ ഒപ്പം നമ്മൾ ഇതിപ്പോൾ ആ ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റിൻ്റെ അടിയത്തെ ആ തറൻ്റെ ഒപ്പമാണ് നമ്മൾ ഇത് കെട്ടി വെക്കണത്. അപ്പോഴുള്ള നമ്മൾ ആ ബെൽറ്റും കൂടെ ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ. ബെൽറ്റിൻ്റെ കനം താത്തണം. അങ്ങനെ ഞങ്ങൾ ചെയ്യണത് കേട്ടോ. നമ്മൾ ആ ബെൽറ്റിൻ്റെ കനം താത്തിയിട്ട് ഇതിങ്ങനെ ഈ നൂലിൻ്റെ ലെവലിലേക്ക് കെട്ടി നിർത്തും. ആ ബെൽറ്റും കൂടെ വാർക്കുമ്പോൾ ഒരേ മാറ്റിയാവും, അലവൽക്കാവും. ഇവിടെ നമ്മളിനി കുറച്ച് വേറൊരു കാര്യം കാണിച്ചു വെച്ചാൽ, ഇവിടുത്തെ വെട്ടലുണ്ടല്ലോ, വെട്ടൽ കാണിച്ചു തരാം. വെട്ടൽ കംപ്ലീറ്റ് മെഷീൻ കല്ലാണ്. മെഷീൻ കല്ല് പറഞ്ഞാൽ മെഷീൻ കൊണ്ട് തന്നെ അടിച്ചിട്ട് മെഷീൻ കൊണ്ട് പുഴക്കണല്ലേ. മെഷീൻ കൊണ്ട് അടിച്ചിട്ട് മെഷീൻ കൊണ്ട് പുഴക്കുക. മെഷീൻ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടി എടുത്തിട്ട് പിന്നെ ചെരിഞ്ഞ് ഒരു വാളുണ്ടാവും. അങ്ങനെ അടിയിൽ ഇങ്ങനെ ഇത് കറങ്ങി ഇങ്ങനെ ഇങ്ങനെ പുഴക്കെടുക്കണേ. അപ്പോൾ ഈ കല്ലെന്താ അറിയോ, ഇങ്ങനത്തെ കല്ല് നമ്മൾ ഇറക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇതിൻ്റെ പടവ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും. കാരണം ഇത് സ്ക്വയറായിട്ട് വരുന്ന കല്ലാണ്. പുഴക്കെടുക്കുന്ന കല്ലാന്ന് വെച്ചാൽ അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടില്ല, എന്നാലും ചെറിയ ചെറിയ കോമ്പട്ടൊക്കെ ഉണ്ടാകലുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്ന കല്ല് കംപ്ലീറ്റ് കറക്റ്റാണ്. കാരണം ഇത് ഇപ്പോൾ നൂല് കെട്ടിക്കഴിഞ്ഞാൽ പുറത്തും ഉള്ളും ഒരേമാതിരി ഏകദേശം കിട്ടും. അഥവാ നമ്മൾ ഈ ഉള്ളും പുറം ഒരേമാതിരി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുറത്ത് നമ്മൾ നൂല് കെട്ടുന്ന ആ ഭാഗത്ത് കംപ്ലീറ്റ് കറക്റ്റ് കിട്ടും. പിന്നെ നമ്മളെ ഈ ഉൾഭാഗത്ത്, ഈ പടവിൻ്റെ ഉൾഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ അവിടെ കുറച്ച് പൊന്തിയിട്ടും, അതായത് കുറച്ച് വണ്ണുള്ള കല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ കല്ലും ഒരേമാതിരിയാണ്. കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു നൂല് കെട്ടിൻ്റെ അല്ല കേട്ടോ, ഉൾഭാഗമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ കംപ്ലീറ്റ് ഒരേമാതിരിയുള്ള കല്ലാണ്, ഒരേമാതിരി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ തേക്കുമ്പോഴൊന്നും ഇതേമാതിരത്തെ കല്ല് തന്നെ നമ്മൾ ഇറക്കുന്നുണ്ടെങ്കിൽ തേക്കുമ്പോൾ ഒന്നും ഒരുപാട് ക്യാഷ് വരില്ല, ചിലവ് വരില്ല. അപ്പോൾ അതിനാണ് കാണിച്ചത്.